Good morning, dear all. Today we'll be starting engineering mechanics, and in this class, I'll be introducing you to the subject engineering mechanics, and also we will see the different laws of mechanics. So, what is engineering mechanics? നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് ആദ്യം നമുക്കറിയാം. Engineering mechanics is a physical science which deals with the conditions of rest or of motion of bodies under the action of forces on bodies. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി, അതായത് അനങ്ങാതിരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി, ഈ രണ്ട് ബോഡിയിലും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എൻജിനീയറിംഗ് മെക്കാനിക്സ്. Okay, so engineering mechanics is a physical science which deals with the condition of rest or of motion of bodies under the action of forces on bodies. അപ്പോൾ റെസ്റ്റിലോ മൂവ് ചെയ്യുന്നതോ ആയ ബോഡീസിൽ ഫോഴ്സസ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തൊക്കെ കണ്ടീഷൻസാണ് ഉണ്ടാകുന്നത് എന്ന് പഠിക്കുന്ന എൻജിനീയറിംഗ് ആണ് എൻജിനീയറിംഗ് മെക്കാനിക്സ്. The mechanics developed by researchers may be grouped as എങ്ങനെയൊക്കെയാണ് മെക്കാനിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് വേവ് മെക്കാനിക്സ്. ഇത്രയും 3 കാറ്റഗറി ആയിട്ടാണ് മെക്കാനിക്സിനെ ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇതിന് താഴോട്ട് സബ് ക്ലാസിഫിക്കേഷൻസ് വേറെയുണ്ട്. ബട്ട് ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻ ടു 3 ലൈക്ക് ദിസ്. So, first engineering mechanics is classified into 2, mechanics of fluids and mechanics of solids. ഇപ്പോൾ ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചുണ്ട്, സോളിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചുണ്ട്. നമ്മുടെ എൻജിനീയറിംഗ് മെക്കാനിക്സ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെക്കുറിച്ചാണ്, സോളിഡ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. Mechanics of fluids is again classified into 3, mechanics of ideal fluid, viscous fluid and incompressible fluids, and mechanics of solids is classified into 2, mechanics of rigid bodies and mechanics of deformable bodies. Rigid body എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഒരു വ്യത്യാസവും അതിന് വരുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ള ടൈപ്പ് ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഡീഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഷേപ്പിന് വ്യത്യാസം വരുന്നു, അത് ഡീഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള ബോഡീസിനെയാണ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് deformable bodies. Now the mechanics of rigid bodies is again classified into statics and dynamics, and mechanics of deformable bodies is again classified into theory of elasticity and theory of plasticity. Now another division, dynamics, is again classified into kinematics and kinetics. ഇതൊക്കെ എന്താണെന്ന് നമ്മളിനി വരും സ്ലൈഡുകളിൽ പഠിക്കും. Now rigid body, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് റിജിഡ് ബോഡി എന്ന്. റിജിഡ് body may be defined as a body in which the relative position of any two particles do not change under the action of forces, means the distance between 2 points or particles remains same before and after applying external force. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പോയിൻ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ റിജിഡ് ബോഡിയുടെ ഉള്ളിലുള്ള 2 പാർട്ടിക്കിൾ. അപ്പോൾ ഈ റിജിഡ് ബോഡിയുടെ ഉള്ളിലുള്ള 2 പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അത് എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ മൂവ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ആ 3 പാർട്ടിക്കിൾ അതേ പൊസിഷനിലും അതേ ഷേപ്പിലും തന്നെ ഇരിക്കുവാണ് എങ്കിൽ ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് റിജിഡ് ബോഡി. A body which does not deform under the influence of forces is known as rigid body. In rigid body mechanics, we assume bodies to be rigid bodies. അപ്പോൾ റിജിഡ് ബോഡി മെക്കാനിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ബോഡീസും റിജിഡ് ബോഡിയാണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. Now rigid body mechanics. Rigid body mechanics can be divided into 2 branches. നമ്മൾ അതിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ കണ്ടായിരുന്നു.
റിജിഡ് ബോഡി മെക്കാനിക്സിന് ഇനിയും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനമിക്സ്. First is statics. It is the branch of mechanics that deals with the study of forces acting on a body in equilibrium. Either the body at rest or in uniform motion is called statics. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ബോഡീസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു. ഇനി അതിൽ തന്നെ സ്റ്റാറ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോഴ്സസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. either the body at rest or in uniform motion is called statics. അപ്പോൾ മൂവ് ചെയ്യുകയോ റെസ്റ്റിലിരിക്കുക എന്ന് വെച്ചാൽ മൂവ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ബോഡി, ഈ രണ്ട് ബോഡിയിലും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. And dynamics is the branch of mechanics that deals with the study of forces on body in motion is called dynamics. It is further divided in two branches, kinetics and kinematics. അപ്പോൾ ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ബോഡിയിൽ ഉള്ള ഫോഴ്സസിൻ്റെ സ്റ്റഡി മാത്രമാണ് ഡൈനമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡി മെക്കാനിക്സിന് രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്, സ്റ്റാറ്റിക്സും ഡൈനമിക്സും. അതിൽ ഡൈനമിക്സിന് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. Kinetics is the branch of dynamics that deals with the study of bodies in motion with consideration to the forces acting on them. അപ്പോൾ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഡൈനമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഈ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സിന് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടുള്ള സ്റ്റഡിയെയാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. Whereas kinematics is the branch of dynamics that deals with the study of bodies in motion without consideration to the forces acting on them. അപ്പോൾ ഡൈനമിക്സ് എന്താണെന്നാണ് പറഞ്ഞത്? മൂവിങ് ബോഡീസിലെ ഫോഴ്സസിനെയാണ് നമ്മൾ ഡൈനമിക്സ് എന്നതുകൊണ്ട് പഠിക്കുന്നത്. ആ ഡൈനമിക്സിൽ തന്നെ രണ്ട് ബ്രാഞ്ചുണ്ട്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫോഴ്സസിന് വലിയ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബോഡിയുടെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കൈനറ്റിക്സിൽ. വേറാസ് കൈനമാറ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനും കൂടെ കൺസിഡറേഷൻ കൊടുത്ത് ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര ഡിഫോർമേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷനേ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഫോഴ്സും ആ ബോഡിക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളും തമ്മിലുള്ള റിലേഷൻ പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് എന്താണ്? ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല, ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് എന്താണെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. നൗ കമ്മിങ് ടു ദ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ്. പാർട്ടിക്കിൾ എന്താണ്? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഹാസ് മാസ് ബട്ട് ദ സൈസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്, ദ ജിയോമെട്രി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ അനാലിസിസ്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ പാർട്ടിക്കിൾ എന്നൊരു ടേം കേട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാസുള്ള ഒരു സാധനമാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മാസ് ബട്ട് ദ സൈസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ആ പാർട്ടിക്കിളിൻ്റെ സൈസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള സൈസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ജിയോമെട്രി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ അനാലിസിസ്. ജിയോമെട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, ആ പാർട്ടിക്കിൾ എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യപ്പെടുന്നില്ല. അതിനെയാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. Now rigid body. Consider as a combination of large number of particles in which all particles remained at a fixed distance from one another before and after applying a load. Rigid body എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. കുറേ പാർട്ടിക്കിൾ ചേർന്നാണ് ഒരു റിജിഡ് ബോഡി ഉണ്ടാകുന്നത്. ഇനി എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? ഈ പാർട്ടിക്കിൾസ് എല്ലാം തമ്മിലൊരു ഫിക്സഡ് ഡിസ്റ്റൻസ് ഉണ്ടാകും അല്ലേ? പാർട്ടിക്കിൾ നമ്പർ 1ഉം പാർട്ടിക്കിൾ നമ്പർ 5ഉം എടുക്കുകയാണെങ്കിൽ അവ തമ്മിലൊരു ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും ഇരിക്കുന്നത്. ഒരു ഫോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ പാർട്ടിക്കിൾ നമ്പർ 1ഉം പാർട്ടിക്കിൾ നമ്പർ 5ഉമായിട്ടുള്ള ഡിസ്റ്റൻസിന് ഒരു വ്യത്യാസവും വരുന്നില്ല. അത് നേരത്തെ ഇരുന്ന് അതേപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുവെങ്കിൽ ആ ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. Now concentrated force represents the effect of a loading which is assumed to act at a point on a body.
ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു, അതിനകത്ത് ഒരു പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ്. നൗ സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് നിങ്ങൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സ്കെയിലാർ? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. ഡയറക്ഷന് സിഗ്നിഫിക്കൻസ് ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം, അതിൻ്റെ വാല്യൂവിന് മാത്രം സിഗ്നിഫിക്കൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ മാസ്, വോളിയം, ലെങ്ത്. അല്ലേ, നമ്മൾ ലെങ്ത് ഒക്കെ പറയുമ്പോൾ ഇന്ന ഡയറക്ഷനിൽ ഇത്ര മീറ്റർ എന്ന് പറയില്ലല്ലോ. നമ്മൾ ലെങ്ത് പറയുന്നത് അതിൻ്റെ ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും ഇമ്പോർട്ടൻസ് ഉള്ള ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ഫോഴ്സ്, മൊമെൻറ്റ്, പൊസിഷൻ, എക്സെട്ര. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ബോഡി ഒരു പർട്ടിക്കുലർ സ്ഥലത്തിരിക്കുന്നു, അത് ഇന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതിനൊരു ഡയറക്ഷൻ കൂടെ പറയണം അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പൊസിഷനും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. Now what is force? Force may be defined as any action that tends to change the state of rest or motion of a body to which it is applied. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷനാണ് അല്ലേ, ദാറ്റ് ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി ടു വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. അപ്പോൾ നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ റെസ്റ്റിലായിരിക്കും, അത് അനങ്ങാതിരിക്കുന്ന ഒരു ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആയിരിക്കാം. അതിനകത്ത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ അനങ്ങാതിരിക്കുന്ന ബോഡി ചിലപ്പം കുറച്ചങ്ങോട്ട് മൂവ് ചെയ്തെന്നിരിക്കാം, അല്ലെങ്കിൽ ഈ ഓൾറെഡി മൂവിങ് ആയിട്ടുള്ള ബോഡി ചിലപ്പം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ആക്ഷനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. The three quantities required to completely define force are called its specification or characteristics. അപ്പോൾ ഒരു ഫോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ പറയണം. മാഗ്നിറ്റ്യൂഡ്, എത്ര എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റിയാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ, എവിടെയാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓർ ലൈൻ ഓഫ് ആപ്ലിക്കേഷൻ, നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും കൂടെ പറഞ്ഞാലേ ഒരു ഫോഴ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. Force is a vector quantity and its unit is Newton in SI system and dyne in CGS system. അപ്പോൾ SI സിസ്റ്റം ഇൻ്റർനാഷണൽ, അതാണ് SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഡൈൻ ഇൻ CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. ആ സിസ്റ്റത്തിൽ നമ്മൾ ഫോഴ്സിന് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഡൈൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ SI യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിട്ടാണ് SI യൂണിറ്റിൽ യൂസ് ചെയ്യുന്നത്. Now coming to the laws of mechanics. Rigid body mechanics is formulated on the basis of Newton's 3 laws of motion. ഇപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിജിഡ് ബോഡി മെക്കാനിക്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ന്യൂട്ടൺസ് 3 ലോ ആണുള്ളത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഫസ്റ്റ് ലോ ഇസ് a particle originally at rest or moving in a straight line with constant velocity will remain in the state provided the particle is not subjected to an unbalanced force. അപ്പോൾ റെസ്റ്റിലിരിക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അതിന് മുകളിൽ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ആകുന്നത് വരെ. ഓക്കെ, എ പാർട്ടിക്കിൾ ഒറിജിനലി അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിൽ റിമെയിൻ ഇൻ ദിസ് സ്റ്റേറ്റ്. ദിസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റ് എന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്.
ആ സ്റ്റേറ്റിൽ തന്നെ അത് റിമെയിൻ ചെയ്യും. എപ്പോൾ വരെയാണ്? പ്രൊവൈഡഡ് ദ പാർട്ടിക്കിൾ ഇസ് നോട്ട് സബ്ജക്റ്റഡ് ടു ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. അത് ആ പാർട്ടിക്കിളിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വരാത്തിടത്തോളം കാലം അത് അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. എന്ന് വെച്ചാൽ അത് തിരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിന് ചേഞ്ചസ് വരാം. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. A particle originally at rest or moving in a straight line with constant velocity will remain in this state provided the particle is not subjected to an unbalanced force. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യാത്തിടത്തോളം കാലം അത് അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ തന്നെ തുടരും എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ എന്താണ്? A particle acted upon by an unbalanced force experiences an acceleration A that has the same direction as the force and a magnitude that is directly proportional to the force. So F is equal to ma നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ വന്നു അല്ലെങ്കിൽ അതെന്താണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. A particle acted upon by an unbalanced force F. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നിടത്തോളം കാലം അത് അനങ്ങാതെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞു. ഇനി ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ ആ ബോഡിക്കൊരു ആക്സിലറേഷൻ സംഭവിക്കുന്നു, ഒരു ഇൻക്രീസ് ഇൻ സ്പീഡ് സംഭവിക്കുന്നു. In the same direction as the force and has a magnitude that is equal to the is proportional to the force. അപ്പോൾ അങ്ങനെ ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതേ ഡയറക്ഷനിൽ തന്നെ അതിനൊരു ആക്സലറേഷൻ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ആ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ആനുപാതികമായിട്ടായിരിക്കും അതിൻ്റെ ആക്സലറേഷൻ ഉണ്ടാവുക. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കൂടുതൽ ആക്സലറേഷൻ, കുറവ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കുറവ് ആക്സലറേഷൻ. അപ്പോൾ ഈ എഫ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ്. എം എന്ന് പറയുന്നതാണ് ആ ബോഡിയുടെ മാസ്, എ എന്ന് പറയുന്നതാണ് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. നെക്സ്റ്റ് ഇസ് തേർഡ് ലോ. തേർഡ് ലോ നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുന്നതാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. A mutual force of action and reaction between two particles are equal, opposite and collinear. ഒരു ആക്ഷനും അതിൻ്റെ കറസ്പോണ്ടിങ് റിയാക്ഷനും ഉള്ള പ്രത്യേകത എന്താണ്? അത് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, കൊലീനിയർ ആയിരിക്കും, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും ഉള്ളത്. അതാണ് തേർഡ് ലോ പറയുന്നത്. ഇത് നോക്കിയേ, ഇത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ത്രീ ലോസ്. ഒരു ഫുട്ബോൾ അതവിടെ അനങ്ങാതെ ഇരിക്കുന്നു, അത് റെസ്റ്റിലാണ് അവിടെ ഇരിക്കുന്നത്. അതിനകത്ത് ഒരു ഫോഴ്സ് അതിനകത്ത് ആക്ട് ചെയ്യുന്നിടത്തോളം കാലം അതങ്ങനെ അനങ്ങാതെ തന്നെ ഇരിക്കും. ഇനി അതിനകത്തൊരു ഫുട്ബോളർ വന്ന് ആ ബോളിനെ തട്ടുന്നു. സോ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഫോഴ്സ് വന്നതിനകത്ത് ആക്ട് ചെയ്യുന്നു. എന്താണ് ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് അതിനെ തട്ടുന്നു, അതേ ഫോഴ്സിൽ തന്നെ ഈ സൈഡിൽ നിന്നും വേറെ ആൾ അതിനെ തട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യില്ല, അല്ലേ? അപ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫോഴ്സാണ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന അൺബാലൻസ്ഡ് ഫോഴ്സാണ്. ഒരു സൈഡിൽ നിന്ന് മാത്രം അതിനകത്തേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നു. അന്നേരം എന്ത് സംഭവിക്കുന്നു? ഓബ്ജക്റ്റ് ഇൻ മോഷൻ വിൽ കണ്ടിന്യൂ വിത്ത് ദ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത് റെസ്റ്റിലായിരുന്ന ആ ബോഡി അനങ്ങാൻ തുടങ്ങുന്നു. അതൊരു പർട്ടിക്കുലർ വെലോസിറ്റി സ്പീഡിൽ മൂവ് ചെയ്യുന്നു. അത് എത്ര സമയത്തോളം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും? അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു നെറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് അതിനെ ആക്ട് ചെയ്യുന്നിടത്തോളം കാലം അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും, അല്ലേ? അത് മൂവ് ചെയ്യുന്നു. അതിനെ തടുക്കാനായിട്ട് ഇവിടെ ഈ നെറ്റ് വന്നപ്പോഴാണ് അതിന് ഒരു സ്റ്റോപ്പ് ഉണ്ടായത്, അല്ലേ? അപ്പോൾ ആ ഒരു നെറ്റ് ഓഫർ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാകുന്നിടത്തോളം കാലം അതങ്ങനെ മൂവ് ചെയ്യും. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് എന്തുമാത്രം ദൂരം അതിനെ മൂവ് ചെയ്യിക്കുമോ അത്രയും സമയം അത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇടയിൽ വെച്ച് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇതെന്താ നോക്കിക്കേ, ഒരു കാർ അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. ആ കാറിൽ ഇയാൾ ഒരു
എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ ആ കാറിന് എന്ത് സംഭവിക്കും? അത് മൂവ് ചെയ്യും. ഒരു എ എന്ന് പറയുന്ന ആക്സിലറേഷനിൽ അത് മുന്നോട്ട്, അത് അയാൾ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ കൊടുക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ അത് മൂവ് ചെയ്യുന്നു. അതേ കേസ് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഒരു ട്രോളി, ആ ട്രോളി ഒരാൾ തള്ളിക്കൊണ്ട് പോവുകയാണ്. അയാൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ആ ട്രോളിക്കൊരു ആക്സിലറേഷൻ കിട്ടുന്നു. ഇനി തേർഡ് ലോ ഓഫ് മോഷൻ, ഇവിടെ വന്ന് ഒരു ബോട്ടിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഇയാൾ താഴോട്ട് ജമ്പ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ആ ഒരു ആക്ഷൻ, ഇയാളുടെ ആ ബോഡിക്ക് ഈ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഈ ഒരു ആക്ഷന് ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇയാൾ അപ്ലൈ ചെയ്യുന്ന ആക്ഷൻ്റെ ഫോഴ്സ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഈ ബോട്ട് മൂവ് ചെയ്യുന്ന ഫോഴ്സും. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ രണ്ട് രീതിയിലായിരിക്കും. Now, law of gravitational attraction. Particles will be attracted towards each other along their connecting line with a force whose magnitude is directly proportional to the product of the masses and inversely proportional to the distance squared between the particles. അപ്പോൾ രണ്ട് ബോഡി ഇരിക്കുന്നു. ആ രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ രണ്ട് ബോഡിക്കും രണ്ട് മാസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ മാസ് M1, ഒരെണ്ണത്തിൻ്റെ മാസ് M2. അത് രണ്ടും തമ്മിലിരിക്കുന്ന ഡിസ്റ്റൻസാണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന രണ്ട് ബോഡിയുടെ ഇടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ ഫോഴ്സ് എന്തുമാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് F is equal to G into M1 M2 by R square. So it is directly proportional to the product of the masses. മാസിൻ്റെ പ്രോഡക്റ്റാണ് M1 M2. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് M1 M2ന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓർ ഡിസ്റ്റൻസ് സ്ക്വയർഡ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കുമ്പോൾ ഫോഴ്സ് കൂടുതലായിരിക്കും. പക്ഷെ മാസിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അതായത് മാസ് കൂടുതലാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടുതലായിരിക്കും. അപ്പോൾ ഈ മാസിനെയും ഈ ഡിസ്റ്റൻസിനെയും കൂടെ ഫോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് F is equal to G M1 M2 by R square. ആ G ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. രണ്ട് ബോഡി കൺസിഡർ ചെയ്താൽ ആ രണ്ട് ബോഡിക്കിടയ്ക്ക് ഒരു അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ആ ബോഡിയുടെ രണ്ടിൻ്റെയും മാസും അവ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് F is equal to G M1 M2 by R square, where G is the universal gravitational constant. Now another important law, parallelogram law. If two forces acting simultaneously at a point are represented in magnitude and direction by two adjacent sides of a parallelogram, then their resultant is represented in magnitude and direction by a diagonal of the parallelogram which passes through the point of intersection of the two sides representing the forces. അപ്പോൾ കേൾക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് നീണ്ടാക്കി ഇരിക്കുന്നെങ്കിലും മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. Two forces acting simultaneously at a point are represented in magnitude and direction by two adjacent sides of a parallelogram. അപ്പോൾ ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ രണ്ട് ഫോഴ്സിനെ നമ്മളൊരു പാരലോഗ്രത്തിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിരിക്കുന്ന രണ്ട് സൈഡായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണ് എങ്കിൽ, അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് വെച്ചും ഡയറക്ഷൻ വെച്ചും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണ് എങ്കിൽ, then their resultant is represented in magnitude and direction by the diagonal of the parallelogram. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും തമ്മിൽ ആ ബോഡിയിലുണ്ടാക്കുന്ന എഫക്റ്റ് എന്തുമാത്രം, നെറ്റ് എഫക്റ്റ് എന്തുമാത്രമാണ് എന്നതിനെയാണ് റിസൾട്ടൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the resultant is represented in magnitude and direction by the diagonal of the parallelogram. അപ്പോൾ ആ
പാരലോഗ്രത്തിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ് കൊണ്ടാണ് നമ്മൾ ആ ഫോഴ്സസിനെ ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതേ പാരലോഗ്രത്തിൻ്റെ തന്നെ ഡയഗണൽ എത്രയാണോ വരുന്നത് ആ ഡയഗണൽ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വിച്ച് പാസസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു സൈഡ്സ് റെപ്രസെൻറ്റിംഗ് ദ ഫോഴ്സസ്. അപ്പോൾ രണ്ട് ഡയഗണൽ ഉണ്ട്, ഏതെങ്കിലും ഡയഗണൽ എടുത്താൽ പോരാ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് O എന്ന് പറയുന്ന പോയിൻ്റാണ്. ആ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് O എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ ആക്ട് ചെയ്യുന്നു. OAയും OBയും ഡയറക്ഷൻ കൂടെ ശ്രദ്ധിച്ചേ. OB എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലും OA എന്ന് പറയുന്നത് ടുവേർഡ്സ് യുവർ റൈറ്റ്. ആ രണ്ട് ഡയറക്ഷനാണ് കൊടുക്കുന്നത്. ഈ പോയിൻ്റർ വെച്ചിട്ട് താഴോട്ട് പോയിൻ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് A വരെ ഈ റെഡ് മാർക്ക് എത്താത്തത് കേട്ടോ. സോ OBയും OAയും ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന രണ്ട് ഫോഴ്സസ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സ് നമ്മൾ ഒരു പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ആ രണ്ട് ഫോഴ്സിൻ്റെ നെറ്റ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ ആ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓയിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ തന്നെയായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so if two forces acting simultaneously at a point are represented in magnitude and direction by two adjacent sides of a parallelogram, then their resultant is represented in magnitude and direction by the diagonal of the parallelogram which passes through the point of intersection of the two sides representing the forces.